വയസ്സുകളിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു പപ്പടബോളിയാണ് കേട്ടോ. പപ്പടവട എന്നും പറയും. അപ്പോൾ നമുക്ക് അതൊന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ അതിന് കുറച്ച് ടിപ്സൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കാം. അപ്പം നമ്മൾ കുറച്ച് പപ്പടമൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് പപ്പടബോളി അല്ലെങ്കിൽ പപ്പടവട ഉണ്ടാക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ എടുത്ത് വെക്കുന്ന പപ്പടത്തിന് ഒരു ഇച്ചിരി കട്ടി ഉണ്ടായിരിക്കണം. അത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പപ്പടത്തിന് എത്രയും കട്ടി ഉണ്ടാകത്തില്ല, അതൊരു സോഫ്റ്റ് ആയിരിക്കും. അത് നമ്മൾ ഒരു 5-10 മിനിറ്റ് ഒന്ന് വെയിലത്ത് വെച്ചോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിനുള്ളിൽ തന്നെ ഒന്ന് പേപ്പറിലോ ഒക്കെ ഒന്ന് നിരത്തി വെച്ചിട്ട് അതൊന്ന് സ്റ്റിഫാക്കി എടുക്കാം. കാരണം നമ്മൾ സോഫ്റ്റ് ആണെങ്കിൽ, പപ്പടം സോഫ്റ്റ് ആണെങ്കിൽ നമ്മൾ മാവിനകത്തിൽ മുക്കുമ്പം അത് മാവുമായിട്ടങ്ങ് അലിഞ്ഞു ചേരും. അപ്പം നമുക്കത് പപ്പട പോലെ ഉണ്ടാക്കാൻ ഒക്കെയല്ല. അപ്പം നമ്മൾ ഇതുപോലെ ഒന്ന് സ്റ്റിഫാക്കി എടുക്കണം. എന്നിട്ട് വേണം നമ്മൾ പപ്പട ബോളി ഉണ്ടാക്കാൻ. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഈ പപ്പടം ഉണ്ടാക്കുന്നിടത്തൊക്കെ ബോളി പപ്പടം എന്നും പറഞ്ഞും കിട്ടും. ഇനി നമ്മൾ അതിന് വേണ്ടിയിട്ട് ഒരു മാവ് റെഡിയാക്കിയിട്ടുണ്ട്. ഇത് ഞാൻ 1 ഗ്ലാസ് പച്ചരി കുതിർത്ത് അരച്ച് വെച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് ചേരുവകളൊക്കെ ചേർക്കേണ്ടതുണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇതിലേക്ക് നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. കുറച്ച് ജീരകം ചേർത്ത് കൊടുക്കാം. ഒരു കറുത്ത എള്ളും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ നന്നായിട്ടൊന്ന് കലക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാ ഇങ്ങനെ നമ്മളൊന്ന് ഒഴിച്ച്, ദോശമാവിനേക്കാളും കുറച്ചുകൂടി ഒന്ന് ലൂസാണ്. അപ്പോൾ നമ്മളൊന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പപ്പടത്തിൻ്റെ ഒരു മുറി എടുത്തിട്ട് നമ്മളൊന്ന് മുക്കി നോക്കുക കേട്ടോ. നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇത് ഇങ്ങനെ നമ്മൾ മുക്കിയിട്ട് ചെറിയൊരു കോട്ടിങ് ഇതിൽ കിട്ടിയിരിക്കണം കേട്ടോ. ചെറിയൊരു ലൈനായിട്ടുള്ള ഒരു കോട്ടിങ് ഇതാണ്, ഇങ്ങനെ പിടിച്ചിരിക്കുന്നതാണ് ഒരു പാകം കേട്ടോ. അപ്പം നമുക്ക് ഇനി ഇതുണ്ടാക്കിയെടുക്കാം. നമുക്ക് എണ്ണ ഒന്ന് ചൂടായാൻ നോക്കാം. ചൂടായിട്ടുണ്ട് കേട്ടോ. എണ്ണ ചൂടായിട്ടുണ്ട്. അപ്പം നമുക്ക് ഒരു പപ്പട ബോളിക്ക് അത് റെഡിയാക്കിയിടാം കേട്ടോ. നന്നായിട്ട് മൂത്തിട്ട് നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കണം. ഇത് നമ്മൾ മൂത്ത് വന്നിട്ടുണ്ട്. അപ്പം നമുക്കിത് കോരിയെടുക്കാം. ഇത് അടുത്തതും കൂടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ മീഡിയം തീയിൽ വേണം കേട്ടോ ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. ഇനി ബാക്കിയെല്ലാം നമുക്ക് ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമ്മളുടെ പപ്പട ബോളി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, മാവൊക്കെ തയ്യാറാക്കുമ്പം കൂടുതൽ കട്ടിയിലായി കഴിഞ്ഞാൽ നമ്മൾ പപ്പട ബോളി ഉണ്ടാക്കുമ്പോൾ മാവ് കട്ടിയായിട്ട് ഇരിക്കും. അപ്പോൾ അത് വേവത്തതും ഇല്ല. അപ്പം നമുക്കതൊരു ടേസ്റ്റ് ആവുകയില്ല. അപ്പോൾ ഒരു തിന്നായൊരു കോട്ടിങ്ങാണ് വേണ്ടത്.